ഇന്ന് ദിവസം 51. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ: പുറപ്പാട് അധ്യായം 39, 40, ലേവ്യർ അധ്യായം 27, സങ്കീർത്തനങ്ങൾ അധ്യായം 83. പുറപ്പാട് അധ്യായം 39. പുരോഹിത വസ്ത്രങ്ങൾ. മോശയ്ക്ക് കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് അവർ വിശുദ്ധ കൂടാരത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി നീലം, ധൂമ്രം, കടുംചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകൾ ഉപയോഗിച്ച് നേർമയുള്ള വസ്ത്രങ്ങൾ നിർമ്മിച്ചു. അഹ്റോനു വേണ്ടിയുള്ള വിശുദ്ധ വസ്ത്രങ്ങളുണ്ടാക്കി. സ്വർണവും നീലം, ധൂമ്രം, കടുംചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് അവർ എഫോദുണ്ടാക്കി. അവർ സ്വർണം തല്ലിപ്പരത്തി നേരിയ നൂലുകളായി വെട്ടിയെടുത്ത് നീലം, ധൂമ്രം, കടുംചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളിലും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണികളിലും വിദഗ്ധമായി ഇണക്കി ചേർത്തു. എഫോദിന് തോൾവാറുകളുണ്ടാക്കി അതിൻ്റെ രണ്ടറ്റങ്ങളിലും യോജിപ്പിച്ചു. എഫോദിനെ ചുറ്റിയിരുന്ന പട്ട എഫോദ് പോലെ തന്നെ സ്വർണവും നീലം, ധൂമ്രം, കടുംചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ചേർത്ത് കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരമാണ് ഉണ്ടാക്കിയത്. ചെത്തിയൊരുക്കിയ വൈഡൂര്യ കല്ലുകളിൽ മുദ്ര പോലെ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തി. കല്ലുകൾ സ്വർണ്ണ തകിടുകളിൽ പതിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരക ശിലകളായി അവ എഫോദിൻ്റെ തോൾവാറുകളിൽ ഉറപ്പിച്ചു. അവർ എഫോദിൻ്റേതുപോലെയുള്ള ചിത്രപ്പണികളോടുകൂടിയ ഉരസ്ത്രാണവും നിർമ്മിച്ചു. സ്വർണ്ണ നൂലുകൾ, നീലം, ധൂമ്രം, കടുംചമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ, നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി എന്നിവ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചത്. ഉരസ്ത്രാണം സമചതുരത്തിൽ 2 മടക്കുള്ളതായിരുന്നു. അതിന് 1 ചാൺ നീളവും 1 ചാൺ വീതിയുമുണ്ടായിരുന്നു. അതിന്മേൽ അവർ 4 നിര രത്നങ്ങൾ പതിച്ചു. ആദ്യത്തെ നിരയിൽ മാണിക്യം, പുഷ്യരാഗം, വൈഡൂര്യം. രണ്ടാമത്തെ നിരയിൽ മരതകം, ഇന്ദ്രനീലം, വജ്രം. മൂന്നാമത്തെ നിരയിൽ പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം. നാലാമത്തെ നിരയിൽ പത്മരാഗം, ഗോമേതകം, സൂര്യകാന്തം. അലങ്കാരപ്പണി ചെയ്ത സ്വർണ്ണ തകിടിലാണ് ഈ രത്നങ്ങൾ പതിച്ചത്. ഇസ്രായേലിൻ്റെ 12 പുത്രന്മാരുടെ പേരുകളനുസരിച്ച് 12 രത്നങ്ങളുണ്ടായിരുന്നു. ഓരോ ഗോത്രത്തിൻ്റെയും പേര് ഓരോ രത്നത്തിന്മേൽ മുദ്ര പോലെ ആലേഖനം ചെയ്തു. അവർ ഉരസ്ത്രാണത്തിന് വേണ്ടി തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത തുടലുകൾ പണിതു. 2 സ്വർണ്ണ തകിടുകളും 2 സ്വർണ്ണ വളയങ്ങളും ഉണ്ടാക്കി. വളയങ്ങൾ ഉരസ്ത്രാണത്തിൻ്റെ മുകളിലത്തെ 2 മൂലകളിൽ ഘടിപ്പിച്ചു. 2 സ്വർണ്ണ തുടലുകൾ ഉരസ്ത്രാണത്തിൻ്റെ മുകളിലുള്ള വളയങ്ങളിൽ കൊളുത്തി. സ്വർണ്ണ തുടലുകളുടെ മറ്റേ അറ്റങ്ങൾ സ്വർണ്ണ തകിടുകളിൽ ഘടിപ്പിച്ച് എഫോദിൻ്റെ മുൻഭാഗത്ത് അതിൻ്റെ തോൾവാറുകളിൽ ബന്ധിച്ചു. 2 സ്വർണ്ണ വളയങ്ങളുണ്ടാക്കി. അവ ഉരസ്ത്രാണത്തിൻ്റെ താഴത്തെ കോണുകളിൽ അവയുടെ ഉൾഭാഗത്ത് എഫോദിനോട് ചേർത്ത് ബന്ധിച്ചു. 2 സ്വർണ്ണ വളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ എഫോദിൻ്റെ തോൾവാറുകളുടെ താഴത്തെ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ തുന്നലിനോടടുത്ത് എഫോദിൻ്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ഉരസ്ത്രാണം എഫോദിൻ്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിൽ നിന്ന് ഇളകിപ്പോകാതിരിക്കാൻ അവയുടെ വളയങ്ങൾ ഒരു നീല ചരട് കൊണ്ട് ബന്ധിച്ചു. എഫോദിൻ്റെ നിലയങ്കി നീല നിറത്തിൽ നെയ്തെടുത്തു. തല കടത്താൻ അതിൻ്റെ നടുവിൽ ഒരു ദ്വാരമുണ്ടായിരുന്നു. ധരിക്കുമ്പോൾ കീറിപ്പോകാതിരിക്കാൻ ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളതുപോലെ ദ്വാരത്തിനു ചുറ്റും ഒരു നാട തുന്നിച്ചേർത്തു. നിലയങ്കിയുടെ വിളുമ്പിന് ചുറ്റും നീലം, ധൂമ്രം, കടുംചമപ്പ് എന്നീ വർണ്ണങ്ങളുള്ള പിരിച്ച ചണനൂലുകൊണ്ട് മാതള നാരങ്ങകൾ തുന്നിച്ചേർത്തു. അവർ തനി സ്വർണം കൊണ്ട് മണികളുണ്ടാക്കി. നിലയങ്കിയുടെ വിളുമ്പിന് ചുറ്റും മാതള നാരങ്ങകളുടെ ഇടയിൽ ബന്ധിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ശുശ്രൂഷയ്ക്കുള്ള നിലയങ്കിയുടെ വിളുമ്പിന് ചുറ്റും ഒന്നിടവിട്ട് മണികളും മാതള നാരങ്ങകളും ഉണ്ടായിരുന്നു. അവർ അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും വേണ്ടി നേർത്ത ചണം കൊണ്ട് അങ്കികൾ നെയ്തു. നേരിയ ചണം കൊണ്ട് തലപ്പാവും തൊപ്പികളും നേരിയ ചണച്ചരട് കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നേർത്ത ചണത്തുണിയും നീലം, ധൂമ്രം, കടുംചമപ്പ് എന്നീ വർണ്ണങ്ങളുള്ള നൂലുകളും ഉപയോഗിച്ച് ചിത്രത്തയ്യലിൽ അരപ്പട്ടയുണ്ടാക്കി.
വിശുദ്ധ കിരീടത്തിൻ്റെ തകിട് അവർ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച് അതിന്മേൽ ഒരു മുദ്ര എന്ന പോലെ കർത്താവിന് സമർപ്പിതൻ എന്ന് കൊത്തിവെച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തലപ്പാവിൻ്റെ മുൻവശത്ത് ബന്ധിക്കാൻ തകിടിന്മേൽ ഒരു നീല ചരട് പിടിപ്പിച്ചു. അങ്ങനെ സമാഗമ കൂടാരത്തിൻ്റെ പണികളെല്ലാം അവസാനിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളും ചെയ്തു. അവർ കൂടാരം അതിൻ്റെ എല്ലാ ഉപകരണങ്ങളോടും കൂടി മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. കൊളുത്തുകൾ, പലകകൾ, അഴികൾ, തൂണുകൾ, പാദകുടങ്ങൾ, ഊറക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ടുള്ള വിരി, നിലക്കരടി തോലുകൊണ്ടുള്ള വിരി, തിരശീല, സാക്ഷ്യപേടകം, അതിൻ്റെ തണ്ടുകൾ, കൃപാസനം, മേശ, അതിൻ്റെ ഉപകരണങ്ങൾ, തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം, തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച വിളക്കുകാൽ, അതിലെ ദീപനിര, അതിൻ്റെ ഉപകരണങ്ങൾ, വിളക്കിനുള്ള എണ്ണ, സ്വർണ്ണ ബലിപീഠം, അഭിഷേക തൈലം, പരിമള ധൂപത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ, കൂടാരവാതിലിൻ്റെ യവനിക, ഓടുകൊണ്ടുള്ള ബലിപീഠം, ചട്ടക്കൂട്, തണ്ടുകൾ, ഉപകരണങ്ങൾ, ശാളനപാത്രം, അതിൻ്റെ പീഠം, അങ്കണത്തിൻ്റെ മറകൾ, തൂണുകൾ, പാദകുടങ്ങൾ, അങ്കണ കവാടത്തിൻ്റെ യവനിക, കയറുകൾ, കുറ്റികൾ, സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള പാത്രങ്ങൾ, വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട വിശുദ്ധ വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹ്റോൻ്റെ വിശുദ്ധ വസ്ത്രങ്ങൾ, അവൻ്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷയ്ക്ക് അണിയേണ്ട വസ്ത്രങ്ങൾ. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ജനം ഇവയെല്ലാം ഉണ്ടാക്കി. അവർ ചെയ്ത ജോലികളെല്ലാം മോശ പരിശോധിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചിരിക്കുന്നു. മോശ അവരെ അനുഗ്രഹിച്ചു. പുറപ്പാട് അധ്യായം 40. കൂടാര പ്രതിഷ്ഠ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, 1-ാം മാസത്തിൻ്റെ 1-ാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം. സാക്ഷ്യപേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരശീല കൊണ്ട് മറയ്ക്കണം. മേശ കൊണ്ടുവന്ന് അതിൻ്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തി വയ്ക്കണം. വിളക്കുകാൽ കൊണ്ടുവന്ന് അതിന്മേൽ വിളക്കുകൾ ഉറപ്പിക്കുക. ധൂപാർച്ചനയ്ക്കുള്ള സ്വർണ്ണപീഠം സാക്ഷ്യപേടകത്തിൻ്റെ മുൻപിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനിക ഇടുകയും വേണം. സമാഗമ കൂടാരത്തിൻ്റെ വാതിലിന് മുൻപിൽ നീ ദഹന ബലിപീഠം സ്ഥാപിക്കണം. സമാഗമ കൂടാരത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും മധ്യേ ഷാളനപാത്രം വച്ച് അതിൽ വെള്ളമൊഴിക്കുക. ചുറ്റും അങ്കണമൊരുക്കി അങ്കണ കവാടത്തിൽ യവനിക തൂക്കിയിടണം. അതിനുശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള സകലതും അഭിഷേചിക്കുക. അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക. അവ വിശുദ്ധമാകും. ദഹന ബലിപീഠവും അതിലെ ഉപകരണങ്ങളും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുക. ബലിപീഠം അതിവിശുദ്ധമാകും. ഷാളനപാത്രവും അതിൻ്റെ പീഠവും അഭിഷേചിച്ച് ശുദ്ധീകരിക്കണം. അനന്തരം അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം. അഹ്റോനെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുകയും വേണം. അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ. അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം. അവരുടെ പിതാവിനെ അഭിഷേചിച്ചതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. പുരോഹിതരെന്ന നിലയിൽ അവർ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ. അവരുടെ ഈ അഭിഷേകം അവരെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യപൗരോഹിത്യത്തിൽ ഭാഗഭാക്കുകളാക്കും. മോശ ഇപ്രകാരം പ്രവർത്തിച്ചു. കർത്താവ് തന്നോട് കൽപ്പിച്ചതെല്ലാം അവൻ അനുഷ്ഠിച്ചു. 2-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു. മോശ കൂടാരം ഉയർത്തി അതിൻ്റെ പാദകുടങ്ങൾ ഉറപ്പിച്ചു, പലകകൾ പിടിപ്പിച്ചു, അഴികൾ നിരത്തി, തൂണുകൾ നാട്ടി. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കൂടാരത്തിൻ്റെ വിധാനമൊരുക്കി വിരികൾ നിരത്തി. അവൻ ഉടമ്പടി പത്രികയെടുത്ത് പേടകത്തിൽ വെച്ചു. തണ്ടുകൾ പേടകത്തോട് ഘടിപ്പിച്ചു. പേടകത്തിനു മീതെ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ സാക്ഷ്യപേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. അത് തിരശീല കൊണ്ട് മറച്ചു. അവൻ സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലിൻ്റെ വടക്ക് വശത്തായി യവനിയയ്ക്കു വെളിയിൽ മേശ സ്ഥാപിച്ചു. അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടത്തെ മുൻപിൽ ക്രമപ്രകാരം അപ്പവും വെച്ചു. സമാഗമ കൂടാരത്തിൽ മേശയ്ക്കെതിരായി ശ്രീകോവിലിൻ്റെ തെക്കുവശത്ത് വിളക്കുകാൽ സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കർത്താവിൻ്റെ മുൻപിൽ വിളക്കുകൾ വെച്ചു. സമാഗമ കൂടാരത്തിൽ തിരശീലയുടെ മുൻപിൽ ധൂപാർച്ചനയ്ക്കുള്ള സ്വർണ്ണപീഠം സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അതിന്മേൽ പരിമളദ്രവ്യങ്ങൾ പുകച്ചു. കൂടാരത്തിൻ്റെ വാതിൽക്കൽ തിരശീല തൂക്കിയിട്ടു.
കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ദഹനബലിപീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിക്കുകയും ചെയ്തു. സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മധ്യേ ഷാളനപാത്രം വച്ച് അതിൽ ഷാളനത്തിനുള്ള വെള്ളമൊഴിച്ചു. ഈ വെള്ളം കൊണ്ട് മോശയും അഹറോൻ്റെ പുത്രന്മാരും കൈകാലുകൾ കഴുകി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും ഷാളനകർമ്മം അനുഷ്ഠിച്ചു പോന്നു. അവൻ കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റും അങ്കണമുണ്ടാക്കി അങ്കണ കവാടത്തിൽ യവനികയിട്ടു. അങ്ങനെ മോശ ജോലി ചെയ്തു തീർത്തു. കർത്താവിൻ്റെ സാന്നിധ്യം. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. ലേവ്യർ അധ്യായം 27. നേർച്ചകൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, വ്യക്തികളെ കർത്താവിന് നേരുകയാണെങ്കിൽ അവരുടെ വില നിശ്ചയിക്കേണ്ടത് ഇപ്രകാരമാണ്. 20-നും 60-നും മധ്യേ പ്രായമുള്ള പുരുഷനാണെങ്കിൽ അവൻ്റെ മൂല്യം വിശുദ്ധ മന്ദിരത്തിലെ നിരക്കനുസരിച്ച് 50 ഷെക്കൽ വെള്ളിയായിരിക്കണം. സ്ത്രീയാണെങ്കിൽ 30 ഷെക്കലും. 5 വയസ്സിനും 20 വയസ്സിനും മധ്യയാണെങ്കിൽ പുരുഷന് 20 ഷെക്കലും സ്ത്രീക്ക് 10 ഷെക്കലുമായിരിക്കണം മൂല്യം. 1 മാസം മുതൽ 5 വർഷം വരെയാണ് പ്രായമെങ്കിൽ ആൺകുട്ടിക്ക് 5 ഷെക്കൽ വെള്ളിയും പെൺകുട്ടിക്ക് 3 ഷെക്കൽ വെള്ളിയുമായിരിക്കണം. 60 അതിൽ കൂടുതലോ ആണ് പ്രായമെങ്കിൽ പുരുഷന് 15 ഷെക്കലും സ്ത്രീക്ക് 10 ഷെക്കലുമായിരിക്കണം. നിന്റെ മൂല്യനിർണയത്തിനനുസരിച്ച് നൽകാൻ കഴിയാത്ത വിധം ഒരാൾ ദരിദ്രനാണെങ്കിൽ അവൻ പുരോഹിതൻ്റെ മുൻപിൽ ഹാജരാകണം. പുരോഹിതൻ അവൻ്റെ വില നിശ്ചയിക്കട്ടെ. നേർന്നവൻ്റെ കഴിവിനനുസരിച്ച് പുരോഹിതൻ അവന് വില നിശ്ചയിക്കട്ടെ. കർത്താവിന് ബലിയർപ്പിക്കാവുന്ന മൃഗത്തെയാണ് കർത്താവിന് നേരുന്നതെങ്കിൽ ആര് നേർന്നാലും അത് വിശുദ്ധമായിരിക്കും. അവൻ മറ്റൊന്നിനെ അതിന് പകരമാക്കുകയോ മറ്റൊന്നുമായി വെച്ചു മാറുകയോ ചെയ്യരുത്. നല്ലതിന് പകരം ചീത്തയോ ചീത്തയ്ക്ക് പകരം നല്ലതിനെയോ വെച്ചു മാറരുത്. ഒരു മൃഗത്തെ മറ്റൊരു മൃഗവുമായി വെച്ചു മാറുന്നെങ്കിൽ രണ്ടും കർത്താവിനുള്ളതായിരിക്കും. കർത്താവിന് ബലിയർപ്പിക്കാൻ കൊള്ളാത്ത അശുദ്ധ മൃഗത്തെയാണ് നേർന്നിട്ടുള്ളതെങ്കിൽ അതിനെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. നല്ലതോ ചീത്തയോ എന്ന് നോക്കി പുരോഹിതൻ അതിന് മൂല്യം നിർണയിക്കട്ടെ. പുരോഹിതൻ്റെ മൂല്യനിർണയം അന്തിമമായിരിക്കും. എന്നാൽ അതിനെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിർണയിച്ച മൂല്യത്തോടൊപ്പം അതിൻ്റെ 5-1 കൂടി നൽകണം. ഒരുവൻ തൻ്റെ ഭവനം വിശുദ്ധമായിരിക്കാൻ വേണ്ടി കർത്താവിനെ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ പുരോഹിതൻ അത് നല്ലതോ ചീത്തയോ എന്ന് നിർണയിക്കട്ടെ. പുരോഹിതൻ്റെ മൂല്യനിർണയം അന്തിമമായിരിക്കും. വീട് പ്രതിഷ്ഠിച്ചവൻ അത് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിർണയിക്കപ്പെട്ട വിലയോടൊപ്പം അതിൻ്റെ 5-1 കൂടി പണമായി നൽകണം. അപ്പോൾ വീട് അവൻ്റേതാകും. ഒരാൾ തനിക്ക് അവകാശമായി ലഭിച്ച വസ്തുവിൽ ഒരു ഭാഗം കർത്താവിന് സമർപ്പിക്കുകയാണെങ്കിൽ അതിനു വേണ്ട വിത്തിൻ്റെ കണക്കനുസരിച്ചായിരിക്കണം മൂല്യനിർണയം. 1 ഓമർ യവം വിതയ്ക്കാവുന്ന നിലത്തിന് 50 ഷെക്കൽ വെള്ളിയായിരിക്കണം വില. ജൂബിലി വർഷം തുടങ്ങുന്ന നാൾ മുതൽ ഒരുവൻ തൻ്റെ വയൽ സമർപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ വില നീ നിശ്ചയിക്കുന്നത് തന്നെ. എന്നാൽ അവൻ ജൂബിലിക്ക് ശേഷമാണ് വയൽ സമർപ്പിക്കുന്നതെങ്കിൽ അടുത്ത ജൂബിലി വരെ എത്ര വർഷമുണ്ടെന്ന് കണക്കാക്കി അതനുസരിച്ച് പുരോഹിതൻ മൂല്യനിർണയം നടത്തണം. അത് നീ നിർണയിച്ച മൂല്യത്തിൽ നിന്ന് കുറയ്ക്കണം. സമർപ്പിച്ച വയൽ വീണ്ടെടുക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിർണയിച്ച മൂല്യത്തോടൊപ്പം അതിൻ്റെ 5-1 കൂടി നൽകണം. അപ്പോൾ അത് അവൻ്റേതാകും. എന്നാൽ അവൻ തൻ്റെ വയൽ വീണ്ടെടുക്കാതിരിക്കുകയോ അത് മറ്റൊരുവന് വിൽക്കുകയോ ചെയ്താൽ പിന്നീട് ഒരിക്കലും വീണ്ടെടുക്കാവുന്നതല്ല. അത് ജൂബിലി വത്സരത്തിൽ സ്വതന്ത്രമാകുമ്പോൾ സമർപ്പിത വസ്തു പോലെ കർത്താവിനുള്ളതായിരിക്കും. അതിൻ്റെ അവകാശി പുരോഹിതനാണ്. പൂർവികരിൽ നിന്ന് അവകാശമായി ലഭിച്ചതല്ലാതെ വിലയ്ക്ക് വാങ്ങിയ വയൽ ഒരാൾ കർത്താവിന് സമർപ്പിക്കുകയാണെങ്കിൽ ജൂബിലി വരെയുള്ള വർഷങ്ങൾ കണക്കാക്കി പുരോഹിതൻ വില നിശ്ചയിക്കണം.
അന്ന് തന്നെ അവൻ അതിൻ്റെ വില വിശുദ്ധ വസ്തുവായി കർത്താവിന് നൽകണം. വയൽ പിന്തുടർച്ചാവകാശമായി ആരുടേതായിരുന്നുവോ അവനിൽ നിന്ന് വാങ്ങിയവൻ ജൂബിലി വത്സരത്തിൽ അത് തിരികെ കൊടുക്കണം. എല്ലാ മൂല്യനിർണയവും വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കലിൻ്റെ കണക്കനുസരിച്ച് വേണം. 20 ഗേരയാണ് ഒരു ഷെക്കൽ. മൃഗങ്ങളുടെ കടിഞ്ഞൂൽ സന്തതികളെ ആരും വിശുദ്ധീകരിക്കേണ്ടതില്ല, അവ കർത്താവിനുള്ളതാണ്. കാളയായാലും ആടായാലും അത് കർത്താവിൻ്റേതാണ്. എന്നാൽ അത് അശുദ്ധ മൃഗമാണെങ്കിൽ നിർണയിക്കപ്പെട്ട മൂല്യത്തോടൊപ്പം 1/5 കൂടി കൊടുത്ത് അതിനെ വീണ്ടെടുക്കണം. വീണ്ടെടുത്തില്ലെങ്കിൽ മൂല്യനിർണയമനുസരിച്ച് വിൽക്കണം. എന്നാൽ കർത്താവിന് നിരുപാധികം സമർപ്പിച്ച യാതൊന്നും, മനുഷ്യനോ മൃഗമോ അവകാശമായി കിട്ടിയ നിലമോ ആകട്ടെ, വിൽക്കുകയോ വീണ്ടെടുക്കുകയോ അരുത്. സമർപ്പിത വസ്തുക്കൾ കർത്താവിന് ഏറ്റവും വിശുദ്ധമാണ്. മനുഷ്യരിൽ നിന്ന് നിർമൂലനം ചെയ്യാൻ ഒഴിഞ്ഞിട്ട ഒരുവനെയും വീണ്ടെടുക്കരുത്, അവനെ കൊന്നുകളയണം. ധാന്യങ്ങളോ വൃക്ഷങ്ങളോ ഫലങ്ങളോ ആയി ദേശത്തുള്ളവയുടെ എല്ലാം ദശാംശം കർത്താവിനുള്ളതാണ്. അത് കർത്താവിന് വിശുദ്ധമാണ്. ആരെങ്കിലും ദശാംശത്തിൽ നിന്ന് ഒരു ഭാഗം വീണ്ടെടുക്കാൻ ആഗ്രഹിച്ചാൽ അതോടൊപ്പം 1/5 കൂടി കൊടുക്കണം. ആടുമാടുകളുടെ ദശാംശം, ഇടയൻ്റെ അധീനതയിലുള്ള എല്ലാ മൃഗങ്ങളുടെയും 10 കർത്താവിനുള്ളതാണ്. അവ കർത്താവിന് വിശുദ്ധമാണ്. അവ നല്ലതോ ചീത്തയോ എന്ന് അന്വേഷിക്കേണ്ടതില്ല. അവയെ വെച്ചുമാറുകയുമരുത്. അങ്ങനെ ചെയ്താൽ അവയും വെച്ചുമാറിയവയും കർത്താവിനുള്ളതായിരിക്കും. അവയെ വീണ്ടെടുത്തുകൂടാ. ഇസ്രായേൽ ജനത്തിനു വേണ്ടി സീനായ് മലമുകളിൽ വച്ച് കർത്താവ് മോശയ്ക്ക് നൽകിയ കൽപ്പനകളാണ് ഇവ. സങ്കീർത്തനങ്ങൾ 83. ഇസ്രായേലിൻ്റെ വൈരികളെ നശിപ്പിക്കണമേ. ദൈവമേ, മൗനമായിരിക്കരുതേ. ദൈവമേ, നിശ്ചലനും നിശബ്ദനുമായിരിക്കരുതേ. ഇതാ, അങ്ങയുടെ ശത്രുക്കൾ ഇളകിമറിയുന്നു. അങ്ങയുടെ വൈരികൾ തലപൊക്കിയിരിക്കുന്നു. അവർ അങ്ങയുടെ ജനത്തിനെതിരെ കെണിയൊരുക്കുന്നു. അങ്ങ് പരിപാലിക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. വരുവിൻ, ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം. ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നു. അതെ, അവർ ഏക മനസ്സോടെ ദുരാലോചന നടത്തുന്നു. അങ്ങേക്കെതിരെ അവർ സഖ്യമുണ്ടാക്കുന്നു. ഏദോം, ഇസ്മായേല്യർ, മോവാബ്, ഹംഗ്രിയർ, ഗേബൽ, അമ്മോൻ, അമലേക്ക്, ടയർ നിവാസികളടക്കം ഫിലിസ്ത്യർ എന്നിവർ ഒത്തുചേർന്നു. ലോത്തിൻ്റെ മക്കളുടെ സുശക്തമായ അസീറിയയെയും അവരോട് ചേർന്നു. മേദിയക്കാരോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ. കീഷോൺ നദിയിൽ വെച്ച് സിസേറയോടും യാബിനോടും ചെയ്തതുപോലെ തന്നെ അവരെ എൻദോറിൽ വെച്ച് നശിപ്പിച്ചല്ലോ. അവർ മണ്ണിന് വളമായി തീർന്നു. അവരുടെ കുലീനരെ ഓറബ്, സേബ് എന്നിവരെ പോലെയും അവരുടെ പ്രഭുക്കന്മാരെ സേബ, സൽമുന്ന എന്നിവരെ പോലെയും ആക്കണമേ. ദൈവത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങൾ നമുക്ക് കൈയടക്കാം എന്ന് അവർ പറഞ്ഞു. എൻ്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റിൽ പറക്കുന്ന പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതിര് പോലെയും ആക്കണമേ. അഗ്നി വനത്തെ വിഴുങ്ങുന്നത് പോലെയും തീജ്വാലകൾ മലകളെ ദഹിപ്പിക്കുന്നത് പോലെയും അങ്ങയുടെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരണമേ. അങ്ങയുടെ ചുഴലിക്കാറ്റുകൊണ്ട് അവരെ പരിഭ്രമിപ്പിക്കണമേ. അവർ അങ്ങയുടെ നാമം അന്വേഷിക്കുന്നതിന് വേണ്ടി അവരുടെ മുഖം ലജ്ജ കൊണ്ട് മൂടണമേ. അവർ എന്നേക്ക് ലജ്ജിച്ച് പരിഭ്രമിക്കുകയും അപമാനിതരായി നശിക്കുകയും ചെയ്യട്ടെ. കർത്താവ് എന്ന നാമം വഹിക്കുന്ന അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനെയും ഭരിക്കുന്ന അത്യുന്നതനെന്ന് അവർ അറിയട്ടെ.